അങ്ങനെ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഷവ്വയെ മറ്റേ സീനേനെ കണ്ടിട്ട് നീ എന്നെ പറ്റിച്ചല്ലോടാന്ന് പറഞ്ഞിട്ട് അവനോട് അടി ഉണ്ടാക്കുമ്പം അവനാണ് ഇവനെ കളിയാക്കിക്കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന അത് തന്നെ ചോദിക്കണമെങ്കിൽ ഞാനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കളിയാക്കി സംസാരിക്കുമ്പം ഷവ്യാണ് അവൻ അടിച്ച് പഞ്ഞിക്കിടാൻ വേണ്ടി നോക്കും. കാരണം അവന്റെ 500 രൂപയെ നഷ്ടപ്പെട്ടു പോയെ. പക്ഷെ അടുത്തുനിന്ന് ജിങ്ഷിയായിരിക്കും അവനെ സമാനപ്പെടുത്തി തിരിച്ച് റൂമിലേക്ക് വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഇവന്മാര് പോന്നേ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ ആശ്വാസപ്പെടുത്താൻ നോക്കുമ്പം ഇവന് 500 രൂപയ്ക്ക് എത്ര മുട്ട കഴിച്ച് എന്റെ പ്രോട്ടീൻ കയറ്റായിരുന്നു പറഞ്ഞിട്ട് അവൻ വീട്ടിൽ ബാറ്റ് എടുത്ത് അവൻ അടിക്കാൻ വേണ്ടിയൊക്കെ നോക്കും. പക്ഷെ ഇവന്മാരായിരിക്കും അവസാനം വെറുതെ ഇത് സീനാക്കണ്ടെന്ന് പറഞ്ഞ് അവൻ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പം അവന്റെ ഗേൾഫ്രണ്ട് ആണ് ടോപ്പർ ആയതുകൊണ്ട് പാസ്സാകും. പക്ഷെ ഹുവാന്റെ ബാക്കി 2 റൂംമേറ്റ്സ് ആണ് പരീക്ഷയ്ക്ക് പൊട്ടിപ്പോകും. എന്നാൽ ഹുവാൻ ഇവിടെ പാസ്സാണ്. പക്ഷെ ജിങ്ഷയുടെ കാര്യം പറയണ്ട, അവനിപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ല, അവനിപ്പോ ഇവിടത്തെ ടോപ്പറും കൂടെയാ. അതുകൊണ്ട് അവൻ ഈ പരീക്ഷ ഒന്നും വലിയ കാര്യമല്ല ഇപ്പൊ. അങ്ങനെ ഇവർ ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞ് എല്ലാം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഹുവാന്റെ അമ്മയ്ക്കാണ് ഒരു സർജറിയുടെ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഹുവാൻ ഇന്ന് വരുന്നുണ്ട് അവൾ ഇതിനെ കുറിച്ച് അറിയേണ്ടെന്ന് അറിഞ്ഞ് അച്ഛനോട് അതൊക്കെ സീക്രട്ട് ആയിട്ട് വയ്ക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഹുവാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവരുടെ സന്തോഷത്തോടെ അവളെ വെൽക്കം ചെയ്യും. അപ്പോഴാണ് അവളും അച്ഛനമ്മയ്ക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ ലക്കേജ് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അച്ഛൻ എന്റെ പൈസയ്ക്കല്ല ഇതൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവളെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇത് ഞാൻ കൈയും കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഇവർക്ക് ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഇവളാണ് ഹാൻഡ് വാഷ് ഒന്നും കറക്റ്റ് ആയിട്ട് വയ്ക്കാത്തോണ്ട് അതിനകത്ത് ഫുൾ ഇങ്ങനെ വീണാണ്. അങ്ങനെ അമ്മ അതൊക്കെ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിക്കൂടാന്ന് പറഞ്ഞിട്ട് ഇവർ ആ തുണി എടുത്ത് നോക്കുമ്പോൾ ഇവർക്കാണ് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോഴാണ് ഹുവാനും അമ്മയ്ക്ക് വേണം ഞാൻ കുറച്ചും കൂടെ നല്ലോണം തയ്ച്ചരാന്ന് പറഞ്ഞ് ഇവൾ അമ്മയോട് ചെന്നിരിക്കുമ്പോഴാണ് അവളുടെ അമ്മ ഓപ്പറേഷൻ കുറച്ച് സീരിയസ് ആയതുകൊണ്ട് ഇവളോട് ആ കാര്യം പറയാതെ ഇവൾക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും പെട്ടെന്ന് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞ് അവൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകും. ഇതേ സമയം ഇവിടെ ശീശി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവളുടെ അമ്മയാണ് ഇവിടെ ഭയങ്കര ദേഷ്യത്തിരിക്കുക. കാരണം ഇവരോട് പോലും പറയാതെ അവൾ ആ കോഴ്സ് ചേഞ്ച് ചെയ്ത്. അങ്ങനെ അതുകൊണ്ട് ഇവൾക്ക് അവിടെ നിന്ന് ഇത്രയും ധൈര്യം ചോദിക്കുമ്പം ശീശിയും അവൾക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തോണ്ട് അവളിപ്പോ സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് അറിയും. ഇത് കേട്ട് അവളുടെ അമ്മയാണ് ദേഷ്യത്തി, ആഹാ ലോ പഠിക്കാൻ വേണ്ടി എത്ര വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നീ സിമ്പിൾ ആയിട്ട് കോഴ്സ് അങ്ങ് മാറ്റി എങ്കിൽ പിന്നെ ഇപ്പൊ നീ പഠിക്കുന്ന എന്റെ പൈസയും കൊണ്ടല്ലേ, എന്നിട്ട് ഞാൻ പറയുന്നത് നീ കേൾക്കത്തില്ല. ഇതിന് അമ്മയെ വഴക്കുണ്ടാക്കുമ്പോൾ അവളെങ്കിൽ പിന്നെ പൈസയുടെ കുഴപ്പമാണ്, ഞാൻ കഷ്ടപ്പെട്ടെങ്കിലാ ഫീസ് അടച്ചോളം പറഞ്ഞ് അവൾ ദേഷ്യത്ത് റൂമിലേക്ക് അങ്ങ് ചെല്ലും. എന്നിട്ട് ഇവിടെ എല്ലാവരും കൂടെ രാത്രി അടുത്ത ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോങ്ങിന്റെ അച്ഛൻ മാത്രം എമർജൻസി കാരണം ആശുപത്രി വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് പുറത്താരാണ്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. സോങ്ങിന്റെ അച്ഛനായിരിക്കും അറിഞ്ഞ് ഹുവാൻ ചെന്ന് ഡോർ ഓർക്കുമ്പോഴാണ് വന്നേക്കുന്ന ശീശി ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഹുവാൻ കുറച്ച് ഷോക്കായിട്ടിരിക്കുമ്പോൾ ശീശി ഇന്നൊരു ദിവസം മാത്രം ഇവളുടെ കൂടെ താമസിച്ചോട്ടും ചെയ്യും. കാരണം വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഹുവാൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ചോണ്ട് പരിചയപ്പെടുത്തുമ്പോൾ അവരെല്ലാരും കൂടെ അവളെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറയും. ഇതേസമയം ഇവിടെ സോങ്ങും കുറച്ച് ഷോക്കായിരിക്കുക. അപ്പോഴാണ് ജിങ്ഷി ഹുവാന്റെ ഹൈറ്റ് കുറഞ്ഞോണ്ട് വരുമെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവൾ എന്നെക്കാളും നീ ഉയർന്നയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജിങ്ഷിയുടെ അമ്മയാണ് എന്റെ മോനും ഹുവാനും കൂടെ നല്ല ചേർച്ചയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഹുവാനെ മരുമകളായിട്ട് മതി എന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് സോങ്ങിന്റെ അമ്മയാണ് ഒന്ന് പോയെ, അവളെ ഞാൻ സോങ്ങിന്റെ ഒരു സെലക്ട് ചെയ്ത് വെച്ചേക്കുക, നീ എന്തോ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്നിട്ട് അവർ രണ്ടും കൂടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവരൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹുവാന്റെ അമ്മയും എന്റെ മോളെ അങ്ങനെ ഈസി ആയിട്ടൊന്നും കൊടുക്കത്തില്ല, എന്റെ മോളെ കെട്ടാനും നിങ്ങൾ കുറച്ചെങ്കിലും കഷ്ടപ്പെടണം എന്ന് പറയും. അപ്പോഴാണ് പെട്ടെന്ന് അച്ഛനും ഓ കല്യാണമൊക്കെ നിർത്തറേ, എന്റെ മോളിപ്പോ പഠിച്ചോണ്ടിരിക്കുക, നിങ്ങൾ പഠിക്കുന്നില്ലാരെ പഠിക്കാൻ സമ്മതിക്കും എന്നിട്ട് അച്ഛനെ ഇടയ്ക്കാർ അഡ്വൈസ് ചെയ്യുമ്പോൾ അവസാനം സോങ്ങിന്റെ അമ്മ ഹുവാനെ തന്നെ സെലക്ട് ചെയ്യാൻ പറയും. ഇവൾക്ക് ജിങ്ഷി വേണോ അല്ലെ സോങ് വേണോ എന്ന്. അങ്ങനെ ഈ തർക്കം കൂടുമ്പോഴാണ് പെട്ടെന്ന് ശീശയാണ് ചാടി എഴുന്നേറ്റ് ആന്റി ഞാനും സോങ്ങും കൂടെ ഡേറ്റ് ചെയ്യുക, അവൻ എന്റെ ബോയ് ഫ്രണ്ടാ. എന്നിട്ട് ഇവളും പെട്ടെന്ന് പറഞ്ഞ ഉടനെ സോങ് ആണ് ടെൻഷനായിട്ട് ആണമ്മേ ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുക, എനിക്ക് നിങ്ങളോട് പറയാൻ സമയം കിട്ടില്ല. എന്നിട്ട് അവരിൽ ആ കാര്യം അറിയുമ്പോഴാണ് എങ്കിൽ പിന്നെ ശീശി അവരുടെ അടുത്ത് ചെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ സീറ്റ് അങ്ങ് മാറ്റി കൊടുക്കും. എന്നിട്ട് ഇവള് സോങ്ങിന്റെ അമ്മയോട് സോറി പറയുമ്പോൾ അവരതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മോൾ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറയും. അങ്ങനെ ഹുവാനും അവളുടെ അമ്മയോട് ശീശി ഇവിടെ താമസിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ അതിനെ സമ്മതിക്കും. എന്നിട്ട് ശീശി കുറച്ച് സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി ഹുവാനെ കൂട്ടിന് വിളിക്കുമ്പോൾ ഹുവാനെ ജിങ്ഷിയും കൂടെ വിളിക്കും. ഇതേ സമയം സോങ് ആണ് അവൻ ഇവിടുന്ന് പാരന്റ്സിനെയൊക്കെ സഹായിക്കാൻ പോകാന്ന് പറഞ്ഞ് അവൻ ഇവരോട് വരുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതായിട്ട് ശീശിയാണ് വിഷമിച്ച് ഇതിനെ കുറിച്ച് ഹുവാനോട് സംസാരിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇവള് പെട്ടെന്ന് എല്ലാവരും ഫ്രണ്ടിച്ച് പറഞ്ഞുകൊണ്ട് സോങ് ദേഷ്യത്തിലാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ജിങ്ഷാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഹുവാൻ അവന്റെ ഫ്രണ്ടിലോട്ട് നടക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ഹുവാനും സോങ്ങിന്റെ അച്ഛനമ്മ അത്രയ്ക്ക് മോശമായിട്ട് ആൾക്കാരെന്ന് പറഞ്ഞ് അവർക്ക് ഇവൾ ഇഷ്ടപ്പെടും പറയും. എന്നാൽ ശീശി സോങ് അങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഒരേ അവൻ ഇവളോട് ഇഷ്ടം കുറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ഹുവാൻ അതൊന്നും ചാൻസ് ഇല്ല, നിന്നെ ഇഷ്ടമില്ലെങ്കിൽ അവൻ എന്തിനാ അവന്റെ അമ്മയോട് ഡേറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞെന്ന് ഇവളെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഹുവാനും ജിങ്ഷിയെ ചെന്ന് സോങ്ങിനോട്
അവനോട് സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ജിങ്ഷി ഇപ്പോൾ സോങ്ങിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ട് ഇവനോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് സോങ്ങും ഒന്നും ഇല്ലടാ, അവള് പെട്ടെന്ന് ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്ന കാര്യം അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് നാണക്കേടായി പോയി. ഏതിന് ഇവനും പറയുമ്പോൾ ജിങ്ഷി അതിലൊക്കെ ഒന്ന് നാണക്കേടും ചോദിക്കും. അപ്പോഴാണ് സോങ്ങും എങ്കിൽ പിന്നെ നിനക്ക് അവിടെ വെച്ച് നിനക്ക് ഹുവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാ നീ മാത്രം നാണിച്ചിരുന്നു? ഏതിന് ഇവന്മാര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സോങ്ങിന്റെ അച്ഛനും വരും. എടാ സോങ്, നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നില്ല. നിന്റെ അമ്മ നിനക്ക് കുറച്ച് അഡ്വൈസ് തരാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ച്. പക്ഷെ നിനക്കറിയാം എനിക്കത് ഇങ്ങനെ സംസാരിക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് നിനക്ക് പറഞ്ഞുതരാം. നിനക്ക് ഒരാൾ ഇഷ്ടമാണ്, അത് നീ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നീ അവളുടെ ഒപ്പം തന്നെ കാണണം. നിങ്ങൾ ഈ ഡേറ്റ് ചെയ്യുന്ന സമയമൊക്കെ നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അധികം പ്രശ്നമൊന്നും വരാതിരിക്കത്തുള്ളൂ. എന്നിട്ട് അവന്റെ അച്ഛൻ അവനെ കുറെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഇവിടെ ജിങ്ഷിക്കാണ് അവന്റെ അച്ഛൻ്റെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം സോങ്ങിന്റെ അച്ഛന് പോകുന്നതിന് മുമ്പ് ഇത് നിന്റെ ലൈഫ് ആയതുകൊണ്ട് നീ എക്സ്പീരിയൻസ് ചെയ്താലേ നിനക്ക് കുറച്ച് എക്സ്പീരിയൻസ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകും. അതിനുശേഷം ജിങ്ഷിയും നിന്റെ അച്ഛൻ പറഞ്ഞ കറക്റ്റ് എന്ന് പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം സോങ്ങും കുറച്ച് ധൈര്യത്തോടെ ഇപ്പൊ ശീശിക്ക് മെസ്സേജ് അയച്ച് നാളെ അവൻ്റെ കൂടെ സിനിമയ്ക്കായിരുന്നു ചോദിക്കും. ഇതേ സമയം ജിങ്ഷി അവന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്റെ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവന് പെട്ടെന്ന് ഇവന്റെ അച്ഛൻ്റെ ഓർമ്മ വരുന്നത്. അങ്ങനെ അവസാനമായിട്ട് അവന്റെ അച്ഛനെ കണ്ടേക്ക് ആലോചിച്ചുകൊണ്ട് അവന്റെ അമ്മയും മിക്കവാറും ഇപ്പൊ വിഷമിച്ചിരിക്കാന്ന് പറഞ്ഞ് അവന് റൂമിലേക്ക് നടന്നു പോകും. ഇതേ സമയം ഹുവാന്റെ അമ്മയാണ് ശീശാനും ഉറങ്ങിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹുവാന് നാളെ അവള് സോങ് ആയിട്ട് സിനിമയ്ക്ക് വന്നുകൊണ്ട് ഇപ്പോഴേ കടന്ന് ഉറങ്ങിയെന്ന് പറയും. അതിനുശേഷം അമ്മയും എങ്കിൽ പിന്നെ അവളുടെ വീട്ടിൽ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവളും കോഴ്സ് മാറിയതുകൊണ്ട് അവളുടെ അമ്മയായിട്ട് കുറച്ച് വഴക്കുണ്ടാക്കിയെന്ന് പറയും. അപ്പോഴാണ് ഇവളുടെ അമ്മയാണ് എങ്കിൽ പിന്നെ ശീശയുടെ ധൈര്യത്തിന് സമ്മതിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഇവൾക്ക് നല്ല ധൈര്യമാണെന്ന് പറയും. അപ്പോഴാണ് ഹുവാൻ അവളുടെ അമ്മയോട് ചോദിക്കുന്നത് എങ്കിൽ പിന്നെ ഒരു പെങ്കൊച്ചിന് ഒരാൾ ഇഷ്ടമാണ്, അവരാദ്യം പ്രൊപ്പോസ് ചെയ്യുന്നത് ഈ തെറ്റൊന്നുമില്ലെന്ന്. അപ്പോഴാണ് അവളുടെ അമ്മയും അതൊന്നും പയ്യന്മാര് മാത്രമേ പ്രൊപ്പോസ് ചെയ്യത്തുള്ളൂ, നമുക്ക് ഒരാൾ ഇഷ്ടമാണ്, നമുക്ക് ധൈര്യമായിട്ട് ചെന്ന് പ്രൊപ്പോസ് ചെയ്യാം, ഇതിലൊന്നും നമ്മൾ നാണക്കേട് നോക്കല്. പിന്നെ റിലേഷൻഷിപ്പ് ആയതിനു ശേഷം നിങ്ങളുടെ ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യണം, നമുക്ക് സേഫ്റ്റിയാണ് വലുത് എന്നിന് ഇവളും കുറെ അഡ്വൈസ് ചെയ്യുമ്പോൾ അവൾ ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത് പറഞ്ഞ് അവളൊന്നും വേണ്ടെന്ന് പറയും. അപ്പോഴാണ് അമ്മയും എനിക്ക് നിന്നോട് കുറെ പറയാനുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നിന് ഇവളുടെ അമ്മയും ഓപ്പറേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ സമയമില്ലാതെ നിങ്ങൾ എവിടെ പോകുന്ന പറഞ്ഞ് അവളുടെ അമ്മയോട് വയ്ക്കും. അതോടെ അവളുടെ അമ്മയും സൈലന്റ് ആയിട്ട് ഇവളെ നേരത്തെ കിടക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം സോങ് ശീശയെ വിളിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോഴാണ് അവൾ ഇവൻ ഇങ്ങനെ ആദ്യമായിട്ട് കറങ്ങാൻ വിളിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവനെ കൊണ്ട് പറ്റുന്നത്രയും ഒരു നല്ല ബോയ് ഫ്രണ്ട് ആയിട്ട് കൂടെ നിൽക്കാന്ന് പറയും. അപ്പോഴാണ് അവൾ ഇവനെ കളിയായിക്കൊണ്ട് എങ്കിൽ പിന്നെ അതിനെ കുറച്ച് പാടുപെടണം എന്ന് പറയുമ്പോൾ അവന് പറ്റുന്നത്രയും ബെസ്റ്റ് തരാന്ന് പറയും. അപ്പോഴാണ് അവളും ഞാൻ ചുമ്മാ കളിയാക്കിയതാ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നിന് ഇവർ രണ്ടുപേരും കൂടെ സിനിമ എൻജോയ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി വരാൻ പോകുന്ന വാലന്റൈൻസ് ഡേക്ക് ശീശിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവനൊരു കമ്മൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതേസമയം ന്യൂ ഇയർ ആയിട്ട് ശീശ അവളുടെ വീട്ടിൽ പോയതിനു ശേഷം ഹുവാൻ അവളുടെ അമ്മൂമ്മയായിട്ടൊക്കെ ഇവിടുന്ന് ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഇവിടെ ജിങ്ഷിയും അവന്റെ അമ്മയും കൂടെ അച്ഛനെ കുറെ മിസ് ചെയ്യും. അതേസമയം ശീശിക്ക് അവളുടെ അമ്മയായിട്ടുള്ള ഉടക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അതേസമയം ഇവിടെ ഹുവാനും ഇവർ കഴിക്കാൻ വേണ്ടി ഫുഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവളുടെ അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, ഇവർ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ല കാര്യമെന്ന്. അപ്പോഴാണ് ഇത് കാണുന്ന ഹുവാനാണ് അവളുടെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് എന്തോ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവളിങ്ങനെ ഷോക്കായിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവളുടെ അമ്മയാണ് ന്യൂ ഇയർ ആയിട്ട് ഇവൾക്ക് പൈസ കൊടുക്കുമ്പോൾ ഇവൾ ഇന്നലെ ഇവരുടെ ഫോണിലേക്ക് ഒന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു അറിയും. അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞ് ഇവള് ചോദിക്കുമ്പോഴാണ് അവളുടെ അമ്മ ഇവളെ പേടിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ ചെറിയൊരു ഓപ്പറേഷനാന്ന് പറയും. കൂടെ ഇതിനെക്കുറിച്ച് അമ്മൂമ്മയെ പറഞ്ഞ് പേടിപ്പിക്കണം എന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഹുവാൻ ഈ കാര്യം ജിങ്ഷിയോടൊന്ന് ഷെയർ ചെയ്യുമ്പോഴാണ് അവൻ അപ്സെറ്റ് ആയിട്ട് എങ്കിൽ പിന്നെ ഇത് കുറച്ച് സീരിയസ് ആണോ അല്ലെ നോർമൽ ആയിട്ടുള്ള പ്രോബ്ലം ആണോ ചോദിക്കും. അപ്പോഴാണ് അവൾക്ക് പോലും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലെന്ന് അറിയുമ്പോൾ ഇവളിങ്ങനെ പേടിച്ചിരിക്കുന്നിട്ട് അവളെ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞ് ഇവൻ സമാനപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം ഹുവാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ അവളുടെ അമ്മൂമ്മയും ഇവളുടെ അമ്മയ്ക്ക് വേണ്ടി റെഡി ആയി കൊടുത്ത ആൽബം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അമ്മൂമ്മയും ഇവളുടെ അമ്മയ്ക്കൊന്നും പറ്റത്തില്ലെന്ന് അറിഞ്ഞ് ഇവളെ ആശ്വാസപ്പെടുത്തുമ്പോഴാണ് ഹുവാൻ അപ്പോഴായിരിക്കും മനസ്സിലാന്ന് സത്യത്തിൽ അമ്മൂമ്മയ്ക്ക് ഈ കാര്യം അറിയാം, പക്ഷെ അമ്മ അറിയാത്ത പോലെ ഇവരും കാണിച്ചുകൊണ്ടിരിക്കുവാന്ന്. അങ്ങനെ അതുകൊണ്ട് ഹുവാൻ ഇവിടെ പൊട്ടിക്കരയുമ്പം അവളുടെ അമ്മൂമ്മ അവളെ സമാനപ്പെടുത്തും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവളുടെ അമ്മൂമ്മയും ഇവരെയൊക്കെ സുരക്ഷയായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അവർ തിരിച്ച് ഗ്രാമത്തിലേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് അവരവിടുന്ന് പോയതിനു ശേഷം ഇവിടെ അമ്മയാണ് ബാത്റൂമിലേക്ക് വന്നിട്ട് അവിടുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഹുവാനാണ് അമ്മ എന്തിനാ കരയെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ അവർ ഞാൻ കരയില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് കാണാതിരിക്കാൻ വേണ്ടി തിരിച്ച് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അവളുടെ അമ്മയ്ക്ക് ഓപ്പറേഷനെ കുറിച്ച് പേടിയാന്ന് അവൾ ഇപ്പോഴാണ് അറിയാൻ വരുന്നത്. കാരണം ഇവരൊക്കെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ പുറത്തിങ്ങനെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓപ്പറേഷനുള്ള സമയം വരുമ്പം ഇവിടെ അച്ഛനും ഇത് ചെറിയ ഓപ്പറേഷൻ ആവുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരെ സമാനപ്പെടുത്തും. അതിനുശേഷം അവിടേക്ക് വന്ന ജിങ്ഷിയാണ് ഹുവാനെ കൊണ്ട് അടുത്തേക്ക് ചെന്നിട്ട് ഇവളുടെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ലെന്ന് പറയും. എന്നിട്ട് അവൾ അവിടെ നിന്ന് കരയുമ്പോഴാണ് ഇവനാണ് ആന്റിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്ത് സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവളുടെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുമ്പോഴാണ് അവിടേക്ക് ജിങ്ഷിയുടെ അമ്മ ഓടിയെത്തിയിട്ട് അവൾക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് തിരക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ഓപ്പറേഷൻ നടന്നു കഴിയുന്നത്. അതിനുശേഷം ഇവരെല്ലാരും കൂടെ അവിടുത്തെ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ സക്സസ് ആയി, ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടി
കയറ്റിയെന്ന് പറഞ്ഞ് ഇവരൊക്കെ സമാനപ്പെടാൻ വേണ്ടി പറയും. അപ്പോഴായിരിക്കും ഇവളുടെ അച്ഛനെ ആശ്വാസപ്പെട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇത് ചെറിയൊരു ഓപ്പറേഷനാ, നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ പോയി ജ്യൂസ് വാങ്ങിച്ചിട്ട് തരാം എന്നിന് അച്ഛൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവരും നോക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് അറിയാൻ വേണ്ടിയായിരിക്കും ഇവിടെ നിന്ന് പോയത്. അങ്ങനെ സർജറി എല്ലാം സക്സസ് ആയി ഇവർ തിരിച്ച് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോഴാണ് ജിങ്ഷി ഇവരെ കുറെ സഹായിക്കുന്നുണ്ട്. ഹുവാന്റെ അമ്മയും ഇവ മിക്കവാറും നമ്മുടെ മരുമകനാണെന്ന് പറഞ്ഞ് അവർ ചുമ്മാ തമാശയെ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അച്ഛനാണ് ദേഷ്യത്തി, എന്തുവാടി മരുമകൻ, നീ ബ്രോക്കർ പരിപാടി നിർത്തിയില്ലേ, പിള്ളേരൊക്കെ പഠിക്കാൻ സമ്മതിക്കും, അവരൊക്കെ കട്ട ചങ്സാ എന്നിന് അച്ഛനും പറയുമ്പം ഇത് കേട്ട അമ്മയും എങ്കിൽ പിന്നെ കോളേജ് വെച്ച് ഹുവാനെ സുരക്ഷയായിട്ട് ഇവൻ നോക്കിക്കോണം പറയും. അപ്പോഴാണ് ജിങ്ഷിയും അതൊക്കെ ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട് ഇവരെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനേശം ഇവിടെ വീട്ടിൽ വെച്ച് ഹുവാന്റെ അച്ഛനാണ്, ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ജോലിക്ക് പോയതുകൊണ്ടല്ലേ നിന്റെ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അച്ഛനോടെ മൊത്തത്തിൽ വിഷമിച്ചിരിക്കും. അങ്ങനെ ഹുവാൻ അവളുടെ അച്ഛനെ സമാനപ്പെടുത്താൻ നോക്കുമ്പോൾ അവളുടെ അച്ഛനെ തെറ്റല്ല എന്റെ ഭാഗത്താന്ന് പറയും. അങ്ങനെ നിന്റെ അമ്മ കല്യാണത്തിന് പോലും ഒരു ഡയമണ്ട് റിംഗ് വാങ്ങിച്ചിടണമെന്ന് ആഗ്രഹപ്പെട്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നിന് അച്ഛൻ അതൊക്കെ വിഷമിച്ച് പറയുമ്പോൾ ഇവിടെ ഹുവാനാണ് എങ്കിൽ പിന്നെ ഇപ്പൊ അമ്മയെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇവൾ അടുത്ത ദിവസം ഇവന്മാരും വിളിച്ചുകൊണ്ട് കടയിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവന്മാരാണ് ഡയമണ്ട് റിംഗ് ഒക്കെ വാങ്ങിക്കുക ഇവളുടെ പൈസ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നെക്ലസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ അറിയാൻ വരുന്ന ഇവളുടെ ആയിരിക്കുന്ന 3000 കൊണ്ടൊന്നും ഈ സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അതിനുശേഷം വേറൊരു കപ്പിൾസ് വന്ന് അതൊക്കെ ഈസി ആയിട്ട് വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ ഇത് കണ്ട് ഇവരാണ് ഷോക്ക് അടിച്ചിട്ട്, എന്റെ അമ്മ 1 ലക്ഷം കൊടുത്ത് ആ ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചോണ്ട് പോയേക്കുന്നത്, 1 ലക്ഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാം, 28 വർഷം നമുക്ക് ചായ കുടിക്കാം എന്നിന് അവരൊക്കെ ഇവിടെ ഞെട്ടിപ്പോയിരിക്കുമ്പോൾ എന്തായാലും സ്കൂളിൽ പറയുന്ന പോലെ കോളേജ് പഠിച്ചാലൊന്നും നമ്മളെ കൊണ്ട് ഇത്രയും പൈസ ഒന്നും ഒപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലായെന്ന് പറയും. അതിനുശേഷം സോങ്ങും ശീശേനെ ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് ഷൈ ആയിട്ടിരിക്കുമ്പോൾ അവിടുത്തെ കടക്കാരിയും ഇവർക്ക് അതേപോലെ വിഷ് ചെയ്തിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഇവിടെ ശീശിയും സോങ്ങിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവൻ എന്റെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവൻ കൈയും കൊണ്ടുണ്ടാക്കിയ ആ കമ്മൽ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യും. അതോടെ അവളാണ് സന്തോഷിത്തി, ഓ ഇത് കാണാൻ കൊള്ളാല്ലേ എന്നിന് അവനെ കൊണ്ട് തന്നെ അത് ഇടിപ്പിക്കും. അതുകൊണ്ട് ഇവിടെ സോങ് സന്തോഷിത്തിരിക്കുമ്പോൾ അവൾ എന്റെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവനൊരു ഗിഫ്റ്റ് കൊടുക്കും. അതിനുശേഷം അവനെ തുറന്നു നോക്കാൻ പോകുമ്പോൾ ഇവളാണ് ഇപ്പൊ തുറക്കണ്ട, വീട്ടേജ് തുറന്നോ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വിളിച്ചോണ്ടോന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവർ ആ ഫ്രണ്ടിനെ ചെന്ന് കാണുമ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ടാണ് സോങ്ങിനെ കണ്ട് ഇവൻ ഡോക്ടർ പഠിക്കുവാണ് എങ്കിൽ പിന്നെ സ്വന്തമായിട്ട് ക്ലിനിക്ക് വെച്ച് നല്ല പൈസ ഉണ്ടാക്കാന്ന് പറയും. അപ്പോഴാണ് സോങ്ങും അവന്റെ ആഗ്രഹം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മറ്റവനാണ് കളിയാക്കിക്കൊണ്ട് അതും കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ആദ്യം തന്നെ സോങ്ങിനിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് അവിടെ ശീശയുടെ ഫ്രണ്ടും വിദേശത്ത് നിന്ന് ഇവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്നുണ്ടെന്ന് പറഞ്ഞ് അവൾക്കൊരു കമ്മൽ ഗിഫ്റ്റ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ശീശി ഭയങ്കര സന്തോഷത്തി സോങ് ഇട്ട് കൊടുത്ത കമ്മലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവളുടെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സോങ്ങിനെ ചെറുതായിട്ട് ഹേർട്ടാവും. കാരണം അവനെ കൊണ്ട് ഇത്രയും വില കൊടുത്തൊന്നും അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവനും ഈ ഒരു കൂട്ടത്തിൽ ഇടപെടാതെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ പെട്ടടക്കും. അങ്ങനെ അതിനുശേഷം ഇവർ കഴിച്ചതിന് ബില്ലടയ്ക്കാൻ വേണ്ടി വരുമ്പോൾ മറ്റവളുടെ ബോയ് ഫ്രണ്ട് ആണ്, എന്തായാലും ശീശയുടെ പുതിയ ബോയ് ഫ്രണ്ട് ആയിരിക്കും ഇത് ചെലവേന്ന് പറഞ്ഞ് ബില്ല് അവൻ അടയ്ക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് സോങ് ആണ് എങ്കിൽ പിന്നെ അവ അടയ്ക്കാന്ന് പറഞ്ഞ് ബില്ല് നോക്കുമ്പോൾ പൈസയാണ് ഇവന്മാര് 5000-ന് വാങ്ങിച്ച് കഴിച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് അവനും ഇത്രയും പൈസയിലെന്ന് ആലോചിച്ചിട്ട് അവന്റെ ATM കാർഡ് എടുത്താൽ കൊടുക്കും. അതേസമയം ശീശി ഇതൊന്നും വലിയായിട്ട് മൈൻഡ് ചെയ്യത്തില്ല, കാരണം അവൾ സാധാരണ ഇങ്ങനത്തെ റിച്ച് ആയിട്ട് ഫുഡേ കഴിക്കത്തുള്ളൂ. അതേസമയം ഇവിടെ ജിങ്ഷി ഹുവാനും കൂടെ പുറത്തൊരു കടയിലേക്ക് വരുമ്പോഴാണ് ജിങ്ഷിയും സാറുമാര് പറഞ്ഞ പോലെ പഠിച്ചാലൊന്നും നമുക്ക് നല്ല ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവനെല്ലാം കള്ളമെന്ന് പറയും. അപ്പോഴാണ് ഹുവാനും നീ പഠിക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ കള്ളം പറയില്ലെന്ന് പറഞ്ഞ് ഇവനെ മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവിടുത്തെ കടക്കാരിയും ഇവർക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ പറയുമ്പോൾ ജിങ്ഷിയാണ് നീ എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, നമ്മൾ കപ്പിൾസ് ആയിട്ട് എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനില്ലെങ്കിൽ ഇവള് നാണം കെട്ടാനെന്ന് പറയും. അപ്പോഴാണ് അവളും ഓ പിന്നെ ഞാനും നിന്നെ കമ്പനി ചെയ്യുന്നത്, നീ സിംഗിൾ അല്ലേ ഏതിന് അവളും പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ രണ്ടുപേരും സിംഗിൾ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് അടിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ സോങ്ങിന്റെ അമ്മയും അവർക്ക് ഇപ്പോഴും നല്ലോണം നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ജോലിയിൽ നിന്ന് റിട്ടയർ ആകാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടുത്തെ ഒരു നഴ്സാണ് ഇവിടുത്തെ ഡയറക്ടറൊക്കെ റിട്ടയർ ചെയ്യാൻ സമ്മതിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവർ ഈ സിറ്റുവേഷൻ കാരണം ഡയറക്ടർ സമ്മതിച്ചെന്ന് പറഞ്ഞ് ഈ ഫോം വാങ്ങിച്ചോളം പറയും. പക്ഷെ ആ ലേഡിയാണ് ഡയറക്ടറിന്റെ സൈൻ കിട്ടാത്തതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ഇവരെ വീണ്ടും വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് സോങ്ങിന്റെ അമ്മയും എങ്കിൽ പിന്നെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, ഡയറക്ടറും വിദേശത്ത് പോയേക്കോ, അതുകൊണ്ട് എനിക്ക് വരെ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ചേക്കോ, ഞാൻ ഈ റിട്ടയർമെന്റ് കാർഡ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരാം എന്നിനെ സോങ്ങിന്റെ അമ്മ പറഞ്ഞു നോക്കുമ്പോൾ അവരും പറ്റത്തില്ല, ഈ കാർഡ് കളഞ്ഞു പോയാൽ പിന്നെ എനിക്കൊന്ന് കണ്ടെത്തി തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവരൊന്നും കൂടെ ഇതുമായിട്ട് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ടിയാന്റെ അമ്മയാണ് എന്റെ ഭർത്താവൊക്കെ എപ്പോഴും സൈൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് അവർ സോങ്ങിന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യും. കാരണം ഈ ആശുപത്രിയിലെ ഡയറക്ടർ ടിയാന്റെ അച്ഛനാണ്. അങ്ങനെ അതുകൊണ്ട് അവർ ഈ ലേഡിയെ പേടിപ്പിച്ച് ഇവരുടെ റിട്ടയർമെന്റ് ഈസി ആയിട്ട് അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി സോങ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന് ശീശ എന്ന ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കസേര വെച്ചിട്ട് പോകും. അപ്പോഴാണ് ഇവന്റെ അമ്മയും എങ്കിൽ പിന്നെ ഇത് കണ്ടിട്ട് വില കൂടുതലാണല്ലോ,
ചോദിക്കുമല്ലോ, സോങ് നീ എന്തോ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തേ? നമ്മൾ ഇതേപോലെ വില കൂടുതൽ വാങ്ങിച്ചു കൊടുത്താല് നമ്മുടെ വിലയും കുറേ ആയിരിക്കത്തുള്ളൂ എന്നിന് അമ്മയും പറഞ്ഞ് അവനെ മനസ്സിലാക്കും. അതിനുശേഷം അവനും അമ്മ ഇനിമ റിട്ടയർ ആയെന്ന് പറഞ്ഞ് അതിനെ കുറിച്ച് തിരക്കുമ്പം അവർ എന്നെ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ശീശയുടെ ഫാമിലി ഭയങ്കര റിച്ച് ആണെന്ന് ചോദിക്കും. അങ്ങനെയാണ് അവളുടെ അമ്മ ഇതിനൊക്കെ സമ്മതിച്ചോ ചോദിക്കുമ്പം ഇവനും അവളുടെ അമ്മയുടെ കൂടെ ഇപ്പൊ തർക്കമായതുകൊണ്ട് ഇതുവരെ വീട്ടിൽ പറഞ്ഞില്ലെന്ന് പറയും. അപ്പനാണ് ഇവന്റെ അമ്മയാണ്. എങ്കിൽ പിന്നെ സോങ് നിന്റെ അമ്മ ഇപ്പൊ ജോലി ഇല്ലാതെ ഈ സിറ്റുവേഷൻ ഇരിക്കുന്നുണ്ട്, അവർ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ മൈൻഡ് ചെയ്യുക, ഇനി ഇത് കാരണം നിങ്ങൾ തമ്മിൽ ബന്ധത്തിലെല്ലാം കുഴപ്പം വരുമോ എന്നതിന് അമ്മയും ചോദിക്കുമ്പം ഇവൻ അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിഞ്ഞ് അവന് മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം സോങ് ചെന്ന് അവൾ തന്ന ഡ്രസ്സിന്റെ വില നോക്കുമ്പോഴാണ് അത് ഓൺലൈനിൽ 8,000 കാണിച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് ഇത്രയും വില കൂടിയ ഷർട്ടാന്ന് പറഞ്ഞ് അവന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേസമയം ഇവിടെ ഹുവാൻ സാമാനത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ അച്ഛൻ ഇവളുടെ ഡ്രസ്സിൽ നിന്ന് ഒരു നോട്ടീസ് എടുത്തോണ്ട് വരും. മോളെ എനിക്കറിയാം ഈ സമയത്തൊക്കെ പയ്യന്മാര് നിന്റെ പുറകെ വരും, പക്ഷെ എന്നും പറഞ്ഞ് നീ ഒരാളിങ്ങനെ സെറ്റാക്കുന്ന മോശമാണ്, ഇത് പഠിക്കാനുള്ള സമയം. ഏതിന് അച്ഛനും കുറെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഇവൾ അച്ഛൻ എന്ന് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്കൊന്നും പിടികിട്ടത്തില്ല. അപ്പനാണ് അച്ഛനും പെട്ടെന്ന് മറ്റേ ഡയമണ്ട് വാങ്ങിക്കാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഹുവാൻ നീ ആരെ മാരേജ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാ ഈ ഡയമണ്ട് റിംഗ് വാങ്ങിക്കാനൊക്കെ നോക്കിയാ, എനിക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ച. ഏതിന് അച്ഛനെ നോട്ടീസ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവളാണ് ചിരിച്ചിട്ട് എന്റെ പൊന്നച്ച അത് ഞാൻ അച്ഛന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കടച്ചൻ തിരക്കിയതാ, പക്ഷെ എന്നെ കൊണ്ട് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ഏതിന് ഇവളും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ട് അവളുടെ അച്ഛനാണ് ഒരു സെക്കൻഡ് ആശ്വാസപ്പെടും. എന്നാലും ഹുവാൻ നീ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, നീ പഠിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി, ഇതൊക്കെ വലിയ ആൾക്കാരുടെ കാര്യം. ഏതിന് അവളെ റൂമിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ ഇതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.